എന്തായാലും ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്നാണ് കേട്ടോ. മണ്ണാർക്കാടുള്ള പാലാട്ട് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത്. ഞങ്ങൾ അബ്രാർ ഫാമിലി ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ മിക്കവാറും ഞങ്ങൾ പാലാട്ടിൽ തന്നെയാണ് പോകാറുള്ളത് കേട്ടോ. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് നല്ല ഇഷ്ടമായി, ടേസ്റ്റ് ഇഷ്ടമായി, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവിടെ തന്നെ പോകുന്നത്. അപ്പോൾ ദാ ഈ പൊട്ടിച്ചിരി അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഒരു അടിപൊളി കോമഡി എന്തൊക്കെയാണ് അവിടെ സെറ്റാക്കിയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പാലാട്ടിലെ ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നത്. ഇന്ന് ഞങ്ങൾ അബ്രാർ ഫാമിലി മൊത്തം ഇല്ല, ഞങ്ങൾ 4-5 സ്റ്റാഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം 2-2:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ വിശപ്പിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അത്രയൊന്നും അങ്ങനെയൊന്നും തോന്നില്ല, പക്ഷേ നല്ല വിശപ്പുണ്ട്. അതാ അവിടെ ഞാൻ ചമ്മിയത് കണ്ടില്ലേ, എല്ലാവർക്കും പ്ലേറ്റ് വെച്ച് കൊടുത്തു, പക്ഷേ എനിക്കുള്ള പ്ലേറ്റ് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ഡ്യൂട്ടി വേറൊന്നുമല്ല, ഹോം വിസിറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന് മുമ്പൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക, മന്തിയും അൽഫാമും അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ വളരെ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡിൻ്റെ ക്യാഷ് അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, അത് ഞങ്ങളുടെ സ്കൂളാണ് ഏറ്റെടുക്കുക. കാരണം അവർ ക്യാഷ് തരും, നമുക്കതങ്ങോട്ട് കഴിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഹോം വിസിറ്റൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ കയറുക ഇറങ്ങുക, പിന്നെ അതുപോലെ ഓരോ കുട്ടികളുടെ വീട്ടിലും കയറി ഇറങ്ങുക, അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറുക. പിന്നെ കുറച്ച് അപ്പുറത്ത് അടുത്ത എന്താ പറയുക, ബോർഡിംഗ് പോയിന്റിലായിരിക്കും അടുത്ത കുട്ടിയുടെ വീട്, അവിടേക്ക് വണ്ടി പോകുന്നു, അവിടെ ഇറങ്ങുന്നു, അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി ഇറങ്ങുക, കുട്ടികളുടെ വീട്ടിൽ കയറി ഇറങ്ങുക, അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. പിന്നെ ഈ ചൂടുമല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വിശപ്പ്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്, ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശപ്പുള്ളപ്പോഴാണ് അല്ലേ. അതായത് ആ ചിരിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, മായ ടീച്ചറും ഐഷ ടീച്ചറൊക്കെ ചിരിച്ച് എന്താ പറയുക, ഫുഡ് ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിലേ. അപ്പോൾ എന്തായാലും അവരൊക്കെ ഫുഡ് തട്ടിമറിക്കുന്നത് ഞാൻ കാണിച്ചു. അപ്പോൾ ഇനി അവർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ റീബ മിസ് ഫുഡ് തട്ടിമറിക്കുന്നത് നമ്മളൊക്കെ ഒന്ന് കാണിക്കണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭയം എനിക്കുണ്ട്, ഞാൻ നാണം കിടുമെന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് പതുക്കെ എന്നിട്ട് കുറച്ച് ഇട്ടു. പിന്നെ എനിക്ക് ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു മതി ഇത്ര മതി, ബാക്കി ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവിടെ വെച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ടും നല്ല ക്ഷീണമുള്ളത് കൊണ്ടും ഞങ്ങൾ ഫുഡ് നല്ല ടേസ്റ്റ് അറിഞ്ഞ് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഒരു റിസർച്ച് നടത്തുന്നത്. അതായത് എല്ലാവരുടെ പ്ലേറ്റും വളരെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, അവരുടെയൊക്കെ പ്ലേറ്റിൽ വേസ്റ്റൊക്കെ വളരെ കുറവാണ്. പക്ഷേ എൻ്റെ പ്ലേറ്റിലാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതിൻ്റെ റിസർച്ച് നടത്തിയിട്ട് അവർ പറഞ്ഞു, കുട്ടി പാവ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ അറിഞ്ഞു കൊടുത്തതായിരിക്കും ഫുഡ് കുറച്ച് കൂടുതൽ, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനോഹരമായിട്ടുള്ള മറ്റൊരു നിമിഷം കൂടെ. അപ്പോൾ എന്തായാലും ഒരേ വൈബിലുള്ളവരായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഡ്യൂട്ടി ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കോമഡി പറഞ്ഞും തമാശ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും തഗ്ഗടിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വിശേഷവുമായി കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.